ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ സംഭവവും അർജുനു വേണ്ടി നടത്തിയ തെരച്ചിലുകളും ഒടുവിൽ അർജുൻ ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയുന്ന ഒരു സംഭവമാണ്. നമുക്കതൊക്കെ വളരെയധികം വേദന നൽകുന്ന സംഭവമാണ്. ഇപ്പോഴും അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. ഇതുപോലെ സമാനമായ ഒരു സംഭവം 10 വർഷം മുൻപ് നടന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 10 വർഷം മുൻപ് അപ്രത്യക്ഷമായ മലേഷ്യൻ വിമാനം. ഈ മലേഷ്യൻ വിമാനത്തെക്കുറിച്ചുള്ള പുതിയ സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 239 ആളുകളാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 239 ആളുകളുമായി മറഞ്ഞ ഈ വിമാനം 2014 ക്വാലാലംപൂരിൽ നിന്നാണ് യാത്ര തിരിച്ചത്. പിന്നീട് കാലങ്ങൾ നീണ്ടുനിന്ന ഒരു വൻ തെരച്ചിലാണ് ഇതിനായി നടത്തിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രോക്കൺ റിഡ്ജ് എന്നു പേരുള്ള 20,000 അടി താഴ്ചയുള്ള ഒരു പടുകുഴിയിൽ ഈ വിമാനം തകർന്നു വീണു കിടക്കുന്നു എന്നാണ് പുതിയൊരു കണ്ടെത്തൽ. ടാസ്മാനിയ സർവകലാശാലയുടെ മറൈൻ അന്റാർട്ടിക് സ്റ്റഡീസ് വിഭാഗം ഗവേഷകനായ ലിൻഡ് ആണ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. 2014 മാർച്ച് 8 രാത്രിയിലാണ് മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം ചൈനയിലെ ബെയ്ജിംഗിലേക്ക് യാത്ര തുടങ്ങിയത്. സാഹറി അഹമ്മദ് ഷാ എന്ന വളരെ പ്രഗത്ഭനായ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പൈലറ്റായിരുന്നു ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഒരു ഉപ പൈലറ്റ് ഉണ്ടായിരുന്നു, 10 ഫ്ലൈറ്റ് അറ്റൻഡർമാരും 227 യാത്രക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 239 പേർ, അതിൽ 5 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. അർദ്ധരാത്രി 1 മണിയോടെ 35,000 അടി വരെ പൊങ്ങിയ വിമാനം 1:07 ക്വാലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷനിലേക്ക് ഒരു സന്ദേശം അയക്കുന്നു. എന്നാൽ പിന്നീട് വിമാനം വിയറ്റ്നാമീസ് വ്യോമമേഖലയുടെ സമീപത്ത് എത്തിയെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പൈലറ്റുമായി കോൺടാക്ട് ചെയ്യാനുള്ള വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ ശ്രമങ്ങളൊന്നും നടന്നില്ല. മലേഷ്യക്ക് കുറുകെ പറന്ന വിമാനം പിന്നീട് മലാക്ക കടലിടുക്കിന് അഭിമുഖമായും പിന്നീട് അവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ ആൻഡമാൻ കടലിന് നേരെയുമാണ് പറന്നത് എന്ന് മലേഷ്യൻ സൈനിക റഡാറുകൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ഏകദേശം 2 മണിയോടുകൂടി സൈനിക റഡാറിന്റെ പരിധിയിൽ നിന്ന് ഈ വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ 10 വർഷം മുൻപ് കാണാതായ MH370 മലേഷ്യൻ വിമാനത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള ആലോചന ഇപ്പോൾ വീണ്ടും സജീവമാവുകയാണ്. ഈ കണ്ടെത്തലിന് ശേഷം വിമാനം തകർന്നു വീണിരിക്കാം എന്ന് കരുതുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ മേഖലയിലാണ് പുതിയ തിരച്ചിൽ നടക്കാൻ സാധ്യത. പുതിയ തിരച്ചിലിനായി US ടെക്നോളജി കമ്പനിയായ ഓഷൻ ഇൻഫിനിറ്റി ഇപ്പോൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലേഷ്യൻ സർക്കാരും താല്പര്യത്തിലാണ്. മലേഷ്യൻ വിമാനത്തിന്റെ കഥ പറയുകയാണെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. 10ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് ലോക വൈമാനിക രംഗത്തെ തന്നെ ഞെട്ടിച്ച ഈ സംഭവം. രാത്രിയിലാണ് മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിംഗ് വിമാനം MH370 മലേഷ്യൻ തലസ്ഥാനം ക്വാലാലംപൂരിലെ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് ചൈനയിലെ ബെയ്ജിംഗ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയത്. ഇപ്പോഴും എല്ലാവരും അന്നത്തെ ആ ഒരു പൈലറ്റിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. എന്നാലും നമുക്കറിയാം, ഈ വിമാനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യോമമേഖലയിലൂടെ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് പ്രശ്നങ്ങൾ ഏത് സമയത്തും ഉണ്ടാകാം. അത് ഒരിക്കലും നമുക്കത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരാം എന്നുള്ളതാണ് ഈ വിമാനയാത്രകളുടെയൊക്കെ ഒരു സംഗതി. ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നിടത്തുണ്ടായിരിക്കും എന്നുള്ള ഒരു വിവരം പുറത്തു വരുമ്പോൾ എന്തായാലും ഈ തിരച്ചിലുകൾ വീണ്ടും ആരംഭിക്കുകയാണ്. എത്ര തിരഞ്ഞിട്ടും അന്ന് വിമാനം കണ്ടെത്താനായില്ല. ആദ്യഘട്ടത്തിൽ മലേഷ്യയ്ക്കും വിയറ്റ്നാമിനും ഇടയ്ക്കുള്ള ഒരു കടൽ മേഖലയായിരുന്നു പ്രധാനമായും തിരഞ്ഞത്. 34 കപ്പലുകൾ, 28 വിമാനങ്ങൾ ഇതിനായി നിയോഗിക്കപ്പെട്ടു. 7 രാജ്യങ്ങളും തിരച്ചിലിൽ പങ്കുചേർന്നു. പിന്നീടുള്ള തിരച്ചിലുകളിൽ സർക്കാരിതര ഏജൻസികൾ ധാരാളമായി പങ്കെടുത്തു. 2018 ഈ ദുരൂഹ വിമാനത്തിനായുള്ള എല്ലാ ഔദ്യോഗിക തിരച്ചിലുകളും അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിന് 2500 കിലോമീറ്റർ അകലെ ഏതോ മേഖലയിൽ തകർന്നു വീണു എന്നാണ് പിന്നീട് മലേഷ്യ അറിയിച്ചത്. 2015 കിഴക്കൻ ആഫ്രിക്കൻ തീരത്തിന് സമീപമുള്ള റീയൂണിയൻ ദ്വീപിലെ ബീച്ചിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കണ്ടെത്തി. പിന്നീട് ടാൻസാനിയ, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, മഡഗാസ്കർ, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യത്തിന്റെ കരകളിൽ നിന്നും 27ഓളം വിമാനാവശിഷ്ട ഭാഗങ്ങളും കിട്ടി. ഇതിൽ 3 ഭാഗങ്ങൾ MH370 സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. ഇതിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ ഉടലെടുത്തുവെന്ന്, അതേ തുടർന്ന് യാത്രക്കാരും പൈലറ്റുമാരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ അബോധാവസ്ഥയിലായി എന്നും ഒരു കണ്ടെത്തലുണ്ട്. MH370 സൈബർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടത് മൂലം ഓട്ടോ പൈലറ്റിൽ സംഭവിച്ച പിഴവാണ് അപകട കാരണം എന്നത് ആണ് ചരിത്രകാരനായ നോർമൻ ഡേവിസിന്റെ ഒരു തിയറി. 2018 കംബോഡിയ തിയറി എന്ന പേരിൽ ഇത് സംബന്ധിച്ച് പുതിയൊരു പ്രശസ്ത വാദം ഉയർന്നത്. ബ്രിട്ടീഷ് വീഡിയോ നിർമ്മാതാവ് ഇയാൻ വിൽസൺ ഗൂഗിൾ മാപ്പ് ഇമേജുകൾ ഉപയോഗിച്ച് കംബോഡിയയിലെ ഒരു വനത്തിൽ വിമാനം കിടക്കുന്നത് കണ്ടെത്തി എന്ന് പറഞ്ഞത് ലോകമെങ്ങും ആവേശം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ചിത്രങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ കംബോഡിയ ഈ വാദം നിരസിച്ചു. ഒരു തമോഗർദ്ദം വിമാനത്തെ പിടിച്ചെടുത്തുവെന്നും വിമാനം നേരെ ചന്ദ്രനിലേക്ക് പോകുന്നു, വന്യഗ്രഹ ജീവികൾ തട്ടിയെടുത്തതാകാം എന്നൊക്കെയുള്ള വിചിത്ര സിദ്ധാന്തങ്ങളും പുറത്തിറങ്ങി. ഉത്തര കൊറിയ വിമാനം പിടിച്ചെടുത്തെന്നും സാന്റിയാഗോയിലേക്ക് പോയ വിമാനത്തെ അവിടെയുള്ള അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിട്ടു എന്നൊക്കെയുമുള്ള വേറെയും വാദങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തിരച്ചിലുകൾ തുടങ്ങുകയും
എന്താണ് ആക്ച്വലി വിമാനത്തിന് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് അർജുനെ കുറിച്ചിട്ടായിരുന്നു. അർജുനെ കുറിച്ചുള്ള അന്വേഷണവും ഏകദേശം ഇതുപോലെ ഒരുപാട് നടത്തിയിട്ടും അർജുൻ ഇപ്പോഴും എവിടെയാണ്, എന്താണ് അർജുൻ ആക്ച്വലി സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും തിരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപും ചരിത്രത്തിലും ലോകത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.